കോഴിക്കോട്ട് ആത്മീയതയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് 3 പേർ പോലീസ് പിടിയിൽ. മലപ്പുറം സ്വദേശികളായ PCH ഷംസുദ്ദീൻ, മുഹമ്മദ് ബഷീർ, കോഴിക്കോട് സ്വദേശി റഫീഖ് എന്നിവരാണ് പിടിയിലായത്. തളീക്കര സ്വദേശി AK മുഹമ്മദ് ആദിലിന്റെ 2 കോടി രൂപയോളം തട്ടിയെടുത്തുന്ന പരാതിയിലാണ് പ്രതികൾ പിടിയിലായത്. സാനിയോ മനോമി നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് സാനിയോ മനോമി, എന്തായിരുന്നു ഇവരുടെ തട്ടിപ്പിന്റെ മോഡസ് ഓപ്പറാൻഡി? അതായത് സുജയ, തങ്ങൾ ആത്മീയ ഗുരുക്കളാണ് എന്നും ഏത് മാറാത്ത അസുഖത്തിനും തങ്ങളുടെ പക്കൽ മരുന്നുണ്ട് അല്ലെങ്കിൽ ചികിത്സയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം കോഡൂർ സ്വദേശി PCH ഷംസുദ്ദീൻ, മലപ്പുറം പുലാമന്തോൾ സ്വദേശി കണ്ണന്തൊടി മുഹമ്മദ് ബഷീർ, കോഴിക്കോട് നാദാപുരം വളയം സ്വദേശി പടിഞ്ഞാറയൽ റഫീഖ് എന്നിവരെയാണ് തൊട്ടിൽപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് തളീക്കര AK മുഹമ്മദ് ആദിലിന്റെ പരാതിയിലാണ് അദ്ദേഹത്തിന്റെ 2 കോടി രൂപയോളം തട്ടിയെടുത്തു. അത് ബാങ്ക് വഴിയും നേരിട്ടുമാണ് പണം തട്ടിയെടുത്തിരിക്കുന്നത്. ഇവർക്ക് മലപ്പുറം കോഡൂരിൽ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. സമാനമായ കേസുകൾ ഇവർക്കെതിരെ പാനൂർ അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ത്യയൊട്ടാകെ ഇവരുടെ തട്ടിപ്പിന്റെ വ്യാപ്തിയുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മീയ ചികിത്സയിലൂടെ എന്ന വ്യാജേനയാണ് ഇവർ ആളുകളിൽ നിന്ന് പണം തട്ടുന്നത്. പലപ്പോഴും മാനസിക പ്രയാസങ്ങൾക്കൊക്കെയാണ് ഇവർ ചികിത്സ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അതിന് പ്രാർത്ഥനയും അതുപോലുള്ള ചികിത്സകളാണ്, അല്ലാതെ മരുന്ന് നൽകുന്ന ചികിത്സയല്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും നാദാപുരത്ത് നടന്ന മൗലൂദ് സദസ്സിൽ വെച്ചാണ് ഇവരെ അതിൽ പരിചയപ്പെടുന്നത്. കൂടാതെ ഉത്തരേന്ത്യയിൽ രൂപീകരിച്ച ഓൾ ഇന്ത്യ ഉലമാ ബോർഡിന്റെ അധ്യക്ഷനായാണ് ഷംസുദ്ദീൻ സ്വയം ആദിലിനെ പരിചയപ്പെടുത്തിയത് എന്നുള്ളതാണ്. 2020 ജനുവരിയിൽ മാരക രോഗങ്ങൾ ചികിത്സിച്ച് സുഖപ്പെടുത്താൻ തങ്ങൾക്ക് ദൈവിക സിദ്ധി കിട്ടിയിരുന്നു എന്നാണ് ഇവർ വിശ്വസിപ്പിച്ചത് ആളുകളെ. ഏതായാലും ഇവരിപ്പോൾ റിമാൻഡിലാണ് കഴിയുന്നത്. സുജയ. ഓക്കെ, സാനിയോ മനോമിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. 2 കോടി രൂപയാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകാരൊക്കെ വരുമ്പോൾ ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണേ. എപ്പോഴും ഓർമ്മിപ്പിക്കും, എന്നാലും ആരെങ്കിലുമൊക്കെ ചെന്ന് ഈ തട്ടിപ്പിലൊക്കെ വീഴും.